എടുത്ത് വെറും വീട്ടിലാണ് കുടിക്കുക. അതൊക്കെ കുടിച്ച് കാട്ടിത്തരാം കേട്ടോ. ഇപ്പൊ നോക്കിയേ, ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും? രാവിലെ വന്നിട്ട് ചെയ്തിട്ടുള്ള ഭാഗം നോക്കിയേ, കണ്ടോ? അന്നേ ഒരു ദിവസം നമ്മൾ വെണ്ടയും നമ്മുടെ കുമ്പളങ്ങയും പൊട്ടിക്കാറായിട്ടില്ലേ? നമ്മുടെ സിമ്പുട്ടനിരിക്കുന്ന ഭാഗം ഇവിടെയാണ് കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം, വയോട്ടാ. നമ്മളെ കുമ്പളങ്ങി പൊട്ടിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുമ്പളങ്ങി ജ്യൂസായിട്ടാണ് കൂടുതൽ നമ്മൾ കുടിക്കാന്നുള്ളത്. അപ്പോൾ നല്ല കമൻറ്റ് എന്ന് പറയുന്നത് കുമ്പളങ്ങി ജ്യൂസ് എങ്ങനെ അടിക്കണമെന്ന് കാട്ടിത്തരുന്നതായിരുന്നു കേട്ടോ. കുമ്പളങ്ങി ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കുരും കളഞ്ഞ് അത് തൊലിയും കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജാറിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇന്ന് നമുക്ക് കുമ്പളങ്ങി പൊട്ടിക്കാനുണ്ട്. അവിടെ പോയിട്ട് ഇതേപോലത്തെ ഒരു ജാറ് നിറച്ച് കസേര മുക്കാൽ ഭാഗത്തോടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. മുക്കാൽ ഭാഗത്തോടെ ഇട്ടതല്ല, ഇങ്ങനെ ഇത്ര ഉള്ളോട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. നമുക്ക് അരിപ്പേരിക്ക് വെച്ച് അരിച്ചെടുക്കും. കണ്ടോ, പച്ചവെള്ളം പോലെയാണ് ഇത്. നമുക്ക് കുടിക്കുമ്പോൾ ഇപ്പോൾ കുമ്പളങ്ങ ജ്യൂസ് അടിക്കണ എല്ലാ ജ്യൂസാണെന്ന് വിചാരിച്ചൊരു ടേസ്റ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഇതേപോലെ അരിച്ചെടുക്കാം. കണ്ടോ? അപ്പം ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ അടിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചത് എത്രയും പൊട്ടനുണ്ട് കേട്ടോ. ഇതാ രണ്ടാമതും കൂടി. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ കുമ്പളങ്ങ ജ്യൂസിൽ വേണമെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊതിഞ്ഞ നമ്മൾ സാധാരണ ജ്യൂസിനൊക്കെ കഴിച്ചിട്ട് വേണ്ടിയിട്ട് ഇപ്പം ഇഞ്ചി പച്ചമുളകൊക്കെ അടിച്ച് ചേർത്തിട്ട് കഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ എന്നെ ഷാറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുമ്പോൾ വേറെ ഒന്നും ചേർക്കില്ല. വെറുതെ നമ്മൾ ഇതേപോലെ അടിച്ച് ആ നീരെടുത്തിട്ട് നമ്മൾ വെറുമായിട്ടിലാണ് കഴിക്കാം. കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ചായ കുടിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ ആയിട്ട് എടുത്ത് വെറും വീട്ടിലാണ് കുടിക്കുക. അതാ ഈ വെള്ളം ഇത് നമുക്ക് കുടിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഷായിട്ട് ഇല്ല ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുക, അല്ലെങ്കിൽ ഷായിട്ട് പുറത്താനായിട്ട് കുടിക്കാനായിട്ട് ഞാൻ കുടിച്ച് കാട്ടിത്തരാം കേട്ടോ. വെറും സാധാരണ പച്ചവെള്ളം കുടിക്കണ പോലെയാണ്. എനിക്ക് നമ്മൾ സ്ഥിരം കുടിക്കാൻ കാര്യമാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഫസ്റ്റിൽ കുടിക്കുന്ന ടൈമിലും ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ സാധാ വെള്ളം കുടിക്കാൻ പോലെ തോന്നിയപ്പോൾ ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കുമ്പളങ്ങ ആയക്കാരനാണ് ഇപ്പോൾ സ്ഥിരം കുടിക്കുന്നത്. മേടിച്ചിട്ട് നമ്മൾ കുമ്പളങ്ങ മേടിച്ച് നമ്മൾ ജ്യൂസ് എടുത്ത് കുടിക്കൊന്നുമില്ല. വീട്ടിലുണ്ടാവുന്ന ടൈമിൽ കുടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ അവിടുത്തെ പറമ്പിലേക്ക് പോവാ. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോതാ എൻ്റെ മുന്നിൽ പൂട്ടാ പേളിക്കുട്ടി. കണ്ടോ, മുന്നിലായിട്ട് നടക്കുള്ളൂ അവള്. എല്ലാവർത്തേയും കാര്യം അന്വേഷിക്കണം. ഇതാ കണ്ടോ, ഇങ്ങനെയൊക്കെ നടക്കാള്. കണ്ടോ ഷായിട്ടൻ. നമ്മുടെ ഇമ്രാൻകുട്ടുണ്ടല്ലോ. ഇമ്രാൻകുട്ടുണ്ടല്ലോ. എന്താണ് എന്താടാ? ആ ശരി ശരി ശരി, അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കട്ടോ. ആ ശരി ശരി ശരി. ആ ആ ശരി കേട്ടോ. അപ്പോൾ ദേശമായിട്ട് പുല്ലൊക്കെ ചെത്തി അതിൻ്റെ മുകളിലേക്ക് ഇതാ മണ്ണൊക്കെ ഇടാണ്. ചേട്ടാ നമുക്ക് എന്നിട്ട് ഇവിടെ പയറാണോ നമുക്ക് നടണ്ടേ? ആ മറ്റേ പയറ് കഴിഞ്ഞല്ലോ അല്ലേ? നോക്കി കഴിഞ്ഞാൽ കിട്ടും കുറച്ചേക്കും. പക്ഷെ എന്നാലും അത് കഴിയുമ്പോഴേക്കും നമ്മളേ എന്താടി പേളിക്കുട്ടിയെ അവനെ ഭീഷണിപ്പെടുത്തണേ പാവം. ഞാനില്ലേ ഷൈട്ടാ ഇത് മറ്റേ പയറുള്ളത് പൊട്ടിക്കാൻ നോക്കിയിട്ട് പിന്നെ അതേപോലെ വെണ്ടയും നമ്മുടെ കുമ്പളങ്ങയും പൊട്ടിക്കാറായിട്ടില്ലേ? അപ്പം അതൊക്കെ പൊട്ടിക്കാം. എന്തായാലും ഉച്ചയിലേക്കുള്ള ഒരു കറിക്കുള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പോവാനാ.
ഇപ്പം ഷായിട്ട് അവിടെ അല്ലേ കളിക്കണേ. അപ്പം അതിനേക്കാൾ മുന്നേ ഷായിട്ട് എന്താ ഇന്ന് തന്നെ രാവിലെ വന്നിട്ട് ചെയ്തിട്ടുള്ള ഭാഗം നോക്കിയേ, കണ്ടോ? എല്ലാം അത് ചെത്തിക്കുട്ടി മണ്ണൊക്കെ ഇതാ നമ്മുടെ മുളകിൻ്റെ കിടക്കിലും. അതേപോലെ ഈ വാഴ ഇവിടെ ഒരു കൂട്ടം വാഴയുണ്ടായിരുന്നു. അതിലിപ്പോൾ ആവശ്യത്തിന് 1-2 വാഴകൾ ഇതാ ഈ ഒരു കൂട്ടത്തിൽ ഈ 2 വാഴ നിർത്തി, പിന്നെ ഇവിടെ 2 വാഴ നിർത്തി, ബാക്കി ഒക്കെ ഇതാ പറിച്ച് കളഞ്ഞ് മണ്ണിട്ട് നിസ്സാര പണിയൊന്നുമല്ല ഓരോ ദിവസം രാവിലെ ഷായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇതാ വൃത്തിയാക്കിയുണ്ടോ. എന്തേലും വന്ന് ജന്തുക്കൾ കെടുക്കുന്നുണ്ടെങ്കിൽ വരെ പെട്ടെന്ന് കാണാവുന്ന രീതിയിലാണ് വൃത്തിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കടക്കിലേക്ക് ഇതാ മണ്ണൊക്കെ ഇടണം കേട്ടോ. മണ്ണിട്ടിട്ടില്ല, ഇത് മണ്ണിടാനുള്ളതാ. അപ്പം നോക്കിയാൽ നമ്മുടെ ബജ്ജി മുളക് കണ്ടോ, ദേ എന്താ കുറച്ചുകൂടി വലുതാവൂട്ടാ. ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ബജ്ജി മുളക് ഉണ്ടായിട്ട് ഇതുമൊന്ന് ബജ്ജി മുളക് നമ്മുടെ വീട്ടിലുണ്ടായ ബജ്ജി മുളക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കിയിട്ട് കാട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വഴുതിനിങ്ങേരെ കടയ്ക്കൊക്കെ നോക്കിയേ കണ്ടോ, ഇതേപോലെ മണ്ണിട്ടു. ഇത്രയും ഭാഗം അവിടെ വരെ ഒരു വിധ ഷായിട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളു കുറച്ചും കൂടി വൃത്തിയാക്കാനായിട്ട്. അപ്പം ഇനി ഞാനിതാ എൻ്റെ പച്ചക്കറികളൊക്കെ പൊട്ടിക്കട്ടെ പോയിട്ട്. ഇതൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നണേ. എന്താ പറയുക, നമ്മുടെ ഈ ചതുരപ്പയർ നിൽക്കണ ഈ ഒരു പന്തല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴേ നല്ല രസമായിട്ട് തോന്നും. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കാട്ടാ. നല്ല വെണ്ടക്കായ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വെണ്ട കിട്ടിയത്. അല്ലെങ്കിൽ 1-2 വട്ടം പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത വെണ്ട നടാറുണ്ട്. ഇപ്പോൾ നട്ടിട്ടുണ്ട്, പക്ഷേ ഈ വെണ്ട അങ്ങനെയല്ല, ഇത് ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കുന്നുണ്ടേ. നമ്മുടെ ചുവപ്പ് വെണ്ടക്കായുടെ നീളം നോക്കിയേ. അയ്യോ, ഇത് വിത്തിന് നിർത്തായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ വെണ്ടക്കായ പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ കുക്കമ്പറാണല്ലോ നമ്മുടെ ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ അടുക്കള തോട്ടത്തിലെ താരം. പൊട്ടിക്കാം നമുക്ക്. അപ്പം നോക്കിയാൽ നമ്മുടെ കുക്കമ്പർ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ നമ്മുടെ പറമ്പിലേ പൊട്ടിച്ചെടുക്കട്ടെ. ഇതിലിപ്പോൾ 5-8 കുക്കമ്പർ ഉണ്ട്. എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. മൂപ്പൊന്നുമില്ലല്ലോ, ഇല്ല. അതെ, ഇതെന്തിനാ ഇത്ര ചെറിയ പന്തലിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നാട്ടോ. എനിക്ക് നമ്മളീ കുക്കമ്പർ നമ്മൾ വടി വെച്ച് കയറ്റി നോക്കി, വലിയ പന്തലിട്ട് കയറ്റി നോക്കി, അതിനേക്കാളൊക്കെ കൂടുതൽ അതേ ഹൈറ്റ് കൊണ്ട് ഇതേപോലത്തെ ഒരു പന്തലിടുമ്പോൾ കുറച്ചും കൂടെ നാളെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഉണ്ടായി കിട്ടുന്നുണ്ട്, പൊട്ടിക്കാൻ കിട്ടുന്ന പോലത്തെ ഒരു തോന്നില്ല. അത് ചിലപ്പോൾ തോന്നലായിരിക്കാം, പക്ഷെ നമ്മൾ ഓരോ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാട്ടെ ഹൈറ്റ് കുറവില്ല ഞങ്ങൾ ഈ പന്തലിട്ട് തുടങ്ങിയത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കുമ്പളങ്ങ പൊട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ കുമ്പളങ്ങ കേട്ടാ, ഞാൻ ഇന്ന് ഈ കുമ്പളങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാലേ ഈ ഒരു ഭാഗം ഷായിട്ടിന് വൃത്തിയാക്കി കൊടുക്കും ഇപ്പം തന്നെ. കാരണം എന്താണെങ്കിൽ ഷായിട്ടിന് അവിടെ നിന്ന് കളച്ച് വരുന്നതോടുകൂടി ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കാൻ പറ്റേ. അപ്പോൾ അത് കാരണം ഇനി ഈ കുമ്പളങ്ങ ഉണ്ടാവുക അതിൽ ഈ ഒരെണ്ണമൊക്കെ ഉണ്ടാവുക, അതും ചിലപ്പോൾ കുറേ പടർന്നിട്ടായിരിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. നമുക്ക് വേറൊരു കുമ്പളങ്ങ തൈ ഇതേപോലെ വലുതായി വരുന്നുണ്ട്. കുമ്പളങ്ങയുടെ വലിപ്പം നോക്കിയേ, കണ്ടോ? നല്ല വലിപ്പമുള്ള കുമ്പളങ്ങ കേട്ടാ. കഴിഞ്ഞ ഒരു കുമ്പളങ്ങ നമുക്ക് ഇതേപോലെ ഏറ്റവും ഫസ്റ്റിലുണ്ടായ കുമ്പളങ്ങില്ല വലുത്, അത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ച് നല്ലതായിട്ട് കുമ്പളങ്ങ.
എന്ത് വെയിറ്റാന്നറിയോ, ഞാനത് അങ്ങനെ പിടിക്കണമെന്നുള്ളൂട്ടാ. അപ്പം നമുക്ക് കൊണ്ടേക്കാം. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വയ്ക്കാം. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ ഇനിയിപ്പോൾ നമുക്ക് ചീര അരിയാനുണ്ട്, നമ്മുടെ ചാമ്പക്കായും പൊട്ടിക്കാണ്ട്. പക്ഷെ അതിനേക്കാളും മുന്നായിട്ട് നമ്മുടെ കുമ്പളങ്ങ നിന്ന ഭാഗം ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നത്, അത് വൃത്തിയാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഷൈഡിന് അവിടെ വൃത്തിയാക്കി വരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ആ തെങ്ങിൻ്റെ കടിയും ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കി ചെത്തി കൂടാൻ പറ്റേ. അപ്പോൾ ഇതൊന്നാക്കട്ടെ. കണ്ടോ, കുമ്പളങ്ങയുടെ തല കാണുമ്പോൾ നമുക്ക് നീണ്ടു പോയിട്ട് വീണ്ടും ഉണ്ടാവും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കായ കാണാനും ഇല്ല. കാരണം ഇതുമ്പോൾ ഇപ്പോൾ എത്ര ഇതേപോലത്തെ നല്ല വലിപ്പമുള്ളൊരു അഞ്ച് കുമ്പളങ്ങ നമ്മൾ പൊട്ടിക്കൽ കഴിഞ്ഞു. അപ്പം ഇനി ഇത് നമ്മൾ നിർത്തണില്ല കേട്ടോ. കണ്ട കാട് വൃത്തിയാക്കി കൊടുക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പച്ചക്കറി പൊട്ടിച്ച് അങ്ങോട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതോടെ കൂടി ഇത് ചെയ്തിട്ടാകുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമല്ലോ. എന്ത് ഭംഗിയാ ഓരോ ഭാഗം വൃത്തിയാക്കി വരുമ്പോൾ തന്നെ. നമ്മുടെ ഈ തെങ്ങിൻ്റെ ചുറ്റും നമ്മൾ കയറ് കെട്ടിയിട്ട് നമ്മൾ കുക്കമ്പർ നട്ടു കൊടുത്തു. ഫസ്റ്റിൽ ആ കുക്കമ്പറിൽ നന്നായിട്ട് നമുക്ക് കുക്കമ്പർ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുമ്പളങ്ങയുടെ കടക്കിലായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു തൈ. അപ്പം അതുമ്പോൾ നമുക്ക് നന്നായിട്ട് കുമ്പളങ്ങ ഉണ്ടായി കിട്ടി. നല്ല രാശിയുള്ളൊരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഈ കയറെന്തായാലും നമ്മൾ അയച്ചു കളയണില്ല. അപ്പോൾ നോക്കിയേ, ഇതൊരു വെളിച്ചമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന ഷായിട്ട് പതുക്കെ ചെത്തിക്കൂട്ടി ഒക്കെ ഇടും. അപ്പോൾ ഇത് ഞാൻ വേഗം വാരി അവിടെ അറ്റത്ത് കൊണ്ടുവിട്ടേട്ടാ. ഇനി ഒന്ന് കൈ കഴുകിയിട്ട് നമ്മുടെ ചീരയും ചാമ്പക്കായും പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പക്കായാട്ടാ നോക്കിയേ, ഇപ്പോഴും നോക്കി വലിയൊരു കൊല കാട്ടിയതാട്ടെ ഞാനേ. ഇതാ നോക്കിയൊരു കൊലയുടെ വലിപ്പം കണ്ടോ. ഈ ഒരു കൊലയുമ്പോൾ നോക്കിയാൽ എത്ര എണ്ണം നിൽക്കണേന്ന്, നല്ല ഭംഗിയില്ലേ. അതേപോലെ എല്ലാം കൊലകളായിട്ടുള്ള ചാമ്പക്കായാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഏറ്റവും സങ്കടം എന്നിട്ടെന്നറിയോ, നമ്മുടെ ചാമ്പക്കായ ഞാൻ ആ വീഡിയോയിൽ കാട്ടിയില്ലേ, ആ ചെരിഞ്ഞ സമയത്ത് വീണ ചാമ്പക്കായ നോക്കിയേ. അയ്യോ എന്തോരാന്നറിയോ, നില മൂട്ടിട്ടുണ്ടാവുന്ന ചാമ്പക്കായ കണ്ടത് നോക്കിയേ. കണ്ടു അടിയിലൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടാവേ, നല്ല കളർ വന്നിട്ടുള്ളതാ. അപ്പം ഞാനേ കുറച്ച് കൂടുതൽ തന്നെ പൊട്ടിച്ചേർത്തെ. ഒക്കെ നല്ല കൊലയായിട്ട് പൊട്ടിക്കാമല്ലോ നമുക്ക്. എന്തായാലും നമ്മുടെ ഈ വലിയൊരു കൊലയുണ്ടല്ലോ, അത് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടാ. കണ്ടോ
എന്തോ ഇങ്ങ തൊടുമ്പിക്കും കോഴിയപ്പോൾ അപ്പോൾ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് വെക്കാൻ വേഗം കത്രയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് പൊട്ടിച്ചിരുന്നേ. അപ്പം നമ്മളെല്ലാം പൊട്ടിച്ചെടുക്കാം കേട്ടോ. കാരണം ഞാൻ അടുത്തൊരു മഴ കൂടി വന്നതെല്ലാം നാശമായി പോകും. അപ്പോൾ ഈ ഒരു പാത്രം ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. ഞാനാണെങ്കിൽ ഈ ഒരു പാത്രത്തിലേക്ക് മതി എന്ന് വിചാരിച്ചിട്ടേ ചെറിയൊരു പാത്രം എടുത്തുള്ളൂ. അപ്പം നമ്മുടെ മുറത്തിൽ കൊണ്ടിടാം. ഞാൻ ഈ ഒരു കവറിലിടാന്ന് വെച്ചു. നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒരു കവറൊക്കെ ഉണ്ടാവേ, വെള്ളവും ഫോണൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതൊക്കെ താഴെ വെച്ച് ഈ കവറിലേക്ക് നമുക്കിതിടാം. കാരണം മുറത്തിൽ സ്ഥലമല്ലേ. അറുബാന എന്നാണെങ്കിൽ ഇന്ന് എടുത്തിട്ടില്ല. എനിക്കിപ്പോഴേ നമ്മുടെ ചാമ്പക്കായ കവറിലിടുമ്പോഴേ കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് എന്താന്ന് പറയണത് അതേപോലെ തോന്നണേ. ഇപ്പം നോക്കിയേ, ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും? നമ്മൾ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് ഇങ്ങനെ മേടിക്കാത്ത കാര്യമേ ഒന്നും അറിയില്ല. അപ്പം ഇനി ബാക്കിയുള്ള പൊട്ടിക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ ഒരു പാത്രം കൂടി ചാമ്പക്കായ പൊട്ടിച്ചുട്ടാ. ഇത് പിന്നെ എപ്പോഴും ചാമ്പക്കായ ഉണ്ടാവും തോന്നിട്ട് നോക്കിയപ്പോൾ നിറച്ച് പോവുക കണ്ടോ, കുറച്ചായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ കൊണ്ടുവച്ചിട്ടേ അവിടുത്തെ വിജയിച്ച് പണിസ്ഥലത്ത് വിജയിച്ച് പറഞ്ഞു ചീര അരിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അത് അരിഞ്ഞ് അവിടെ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതായിട്ട് പോകണുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി കൊണ്ടുപോകാൻ എന്തായാലും പറ്റില്ലല്ലോ. കണ്ടോ, നല്ല വലിപ്പുള്ള ചീരകളാണ് നമ്മുടെ തക്കാളിയുടെ ഇടയിൽ നിൽക്കണം. ഇവയ്ക്ക് വേഗം അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചീര കേട്ടാ. ചീരേനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പറമ്പിൽ കടന്ന ഏറ്റവും കൂടുതൽ ചീരയാണ്. നമ്മുടെ ഈ ചീര കൂടെ അരിഞ്ഞെടുത്താലേ പിന്നെ നമ്മുടെ തക്കാളി തൈ നന്നായിയോളൂ. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇത്രയും ചീര അരിഞ്ഞെടുത്തു. അപ്പം ഞാനേ ഇത് എല്ലാം കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം ചേച്ചിക്ക് ഇത് കൊണ്ടുകൊടുക്കട്ടെ. പിന്നെ ചേച്ചി കറി വെക്കേണ്ടതുമാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുകൊടുത്തിട്ട് തരാം. പിന്നെ അതിനേക്കാൾ മുന്നേ നോക്കിയേ, ഞാൻ കുമ്പളങ്ങയുടെ ഭാഗം വൃത്തിയാക്കി കൊടുത്തില്ലേ ഷേട്ടൻ നോക്കിയാൽ ഭാഗം കളച്ച് വൃത്തിയാക്കി നോക്കണേ. ഇതേ കണ്ടോ, ആ തെങ്ങിൻ്റെ ഭാഗം നോക്കിയേ ഇതേപോലെ വൃത്തിയാക്കി എടുത്തു ഷേട്ടേ. ഞാൻ വിജയിച്ചിക്ക് ഇത് കൊണ്ടുകൊടുത്തിട്ട് വരാം കേട്ടാ. ചേച്ചി ചീര അന്നേ ഒരു ദിവസം നമ്മൾ ചാമ്പക്കായ ഒരു കൊട്ടയിൽ പൊട്ടിച്ചിട്ടവിടെ കൊണ്ടൊക്കെ കാട്ടിയില്ലേ. അപ്പം ആ കൊട്ട നമ്മളിതെങ്ങനെ കൊണ്ടുപോവാ. അർബാനെ കൊണ്ടുപോകാനെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഷായിട്ടാ കുമ്പളങ്ങ എന്തായാലും ഷായിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഷായിട്ടിൻ്റെ കുമ്പളങ്ങ ഷായിട്ടിനെ ഏൽപ്പിച്ചു, ബാക്കിയൊക്കെ എനിക്ക് കൊണ്ടുപോകാം. ഇപ്പം ചാമ്പക്കായ ആയാലും ഈ കവറിലേക്ക് തന്നെ ഇടാം എല്ലാം കൂടി. ചാമ്പക്കായില്ലേ നമ്മുടെ കണ്ണൻകുട്ടി, അതേപോലെ ചേട്ടൻ്റെ മക്കളില്ലേ, ഇപ്പം അവിടേക്കൊക്കെ ആയിട്ടാണ് കൊടുത്തു വിടുന്നത്. കുട്ടികളുള്ള വീട്ടിലേക്ക് ഞാൻ ചാമ്പക്കായ്ക്കും കൊടുക്കണേ. ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേ.
ഈ പാത്രം എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് അതിലിരുന്നോട്ടെ. ഈ കൊട്ട പക്ഷേ ഇവിടെ ഇരുന്നോട്ടെ. കുമ്പളങ്ങ ഷൈഡ് വരുമ്പോൾ കൊണ്ടുവന്നോളൂ. അപ്പം ഇനി വീട്ടിൽ പോവാം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ. അതെ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കിയേ, അങ്ങോട്ട് ഒരു തവള ചാടി പോയി. അത് അങ്ങോട്ട് പോകണുണ്ട്. അപ്പം നിൽക്കണതാട്ടാ ആ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം നിൽപ്പ് തുടങ്ങിയിട്ട്. എന്തിടാ, ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാം ട്ടാ. തവളേനെ പിടിക്കണ്ട കേട്ടാ. ഇങ്ങോട്ട് വായോ, അങ്ങോട്ട് പോരെ. ഒരു പേരക്കായ് വീണിട്ടുണ്ടല്ലോ. നോക്കിയേ, എന്തൊരു വലിപ്പുള്ള പേരക്കായ് വീണ് നോക്കണേ. ഇത് തിന്നിട്ടുണ്ട് കേട്ടാ. എന്തോ തിന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പേരമ്മ കായ നിൽക്കണമൊന്നും കാണാനില്ലല്ലോ. ഇനി വല്ല നിൽക്കണ്ട നമ്മൾ കാണാണ്ട്. നോക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റുള്ള പേരക്കായാണേ. അങ്ങനെയാണെങ്കിൽ വല്ല കവറിട്ട് നിർത്തണം. പേരക്കായ് പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. അതേ നിൽക്കണ 2 എണ്ണം. കാരണം ഇപ്പം പേര ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് പൂവുണ്ടായി തുടങ്ങിയിട്ടുള്ളേ. അപ്പം അതിൻ്റെ ഇടയിൽ എവിടെയോ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതേ 2 എണ്ണം നിൽക്കുന്നുണ്ട്. ഞാൻ കവർ കൊണ്ടിട്ടെ. അതന്നെ കവർ ഇട്ടല്ലേ കിട്ടില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു പൈപ്പിൻ്റെ വളച്ചതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ. എനിക്കറിയില്ല. താഴെയുള്ള ചില്ലകളൊന്ന് പിടിച്ചാക്കി നോക്കട്ടെ. കിട്ടി. കാരണേ അത്രയും വലിപ്പമുള്ള പേരക്കായ കളയാൻ തോന്നില്ല. നമ്മൾ പേരക്കായ ഒന്ന് കാശ് കൊടുത്ത് മേടിച്ചിട്ട് തിന്നാത്ത കാരണേ ഇത് തന്നെയാണ് നമ്മുടെ ആശ്രയം. അപ്പോൾ ഇത് ഇടയിൽ എങ്ങനെയോ സ്പെഷ്യലായിട്ട് ഉണ്ടായതാണ്. കണ്ടോ, ഇപ്പോഴത്തെ പൂവായി തുടങ്ങിയിട്ടുള്ളൂ. ഇതേപോലത്തെ നിറച്ച് ഇതേപോലത്തെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവർ 2 പേരും എങ്ങനെയോ മുന്നുണ്ടായതാണ്. കവറിൻ്റെ അടിയിലേ ഇപ്പം മഴയ്ക്കല്ലേ, എങ്ങനെയല്ലേ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ വീഴാം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ഓട്ടയും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടാ. നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ ഫ്രൂട്ട്സുകളും കാണിക്കുമ്പോൾ, സ്മിത ഇവിടെ മുന്തിരി ഇല്ലേന്ന്. മുന്തിരി ഉണ്ട്, ഇതാ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പൊ ഇത് കറുപ്പ് മുന്തിരി ഉണ്ട് കേട്ടാ. ഇത് പഴുക്കുമ്പോൾ നല്ല കറുപ്പ് കളർ വരും ഈ മുന്തിരി. ഇപ്പൊ ഒരു 5-8 കൊല ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ദേ എവിടെയും, പിന്നെ ദേ ഇവിടെ കണ്ടോ ഒരു 8 കൊലകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇതെല്ലാം അടിച്ച് മുഴുവനാക്കട്ടെ. അടിച്ച് വാടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാൾക്ക് ചോറ് കൊടുത്തിട്ടു. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ നോക്കിയാൽ അവരുടെ ചോറുണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ പേളി കൂട്ടിയിട്ടാ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നിൽക്കും മക്കളെ കാണാനായിട്ട്. ദേ കുട്ടപ്പകള് അമ്മ വന്നിട്ടാ കണ്ടു പോട്ടവര് കണ്ടല്ലോ. അവിടെ ചെല്ലിങ്ങനെ മുമ്പത്തിലേക്ക് നടക്കും. നല്ല രസമായി കളിക്കണേക്ക് കൈയിട്ടിട്ട്. പക്ഷെ അമ്മ കണ്ടോ, അത്രേ വേണ്ട അവൾക്ക്, അത്രേ കണ്ടവള് പൂ. മാമുണ്ട് കഴിഞ്ഞോ? മാമുണ്ട് കഴിഞ്ഞോ? ഓ അമ്മയുടെ കുട്ടിയുടെ മാമുണ്ട് കഴിഞ്ഞോ?
കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണ വീഡിയോ കാണിച്ചല്ലോ. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് കണ്ട അറിയാം ആ വീഡിയോ കണ്ടവർക്ക്. അപ്പോൾ ആ കല്യാണ വിശേഷങ്ങളുടെ ഇടയിൽ നടന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മാമൻ്റെ മകളാണ് ശാന്തി. ചേച്ചി അത്യാവശ്യം ഒരു ചെറിയ രീതിയിലല്ല, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ചേച്ചിയുടെ ബിസിനസ് വളർന്നിട്ടുള്ള ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഒത്തിരി ഉൽപ്പന്നങ്ങളാണ് ചേച്ചിക്ക്, ഹെർബൽ ഐറ്റംസുകൾ അല്ലെങ്കിൽ നേച്ചുറലായിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെയാണ് ചേച്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കുടിക്കണമെന്ന് പറയുന്നത് നെല്ലിക്ക സംഭാരമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ഞങ്ങളെ കാണുക. അപ്പോൾ ചേച്ചിയുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിയുടെ ബാഗിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നുന്നു, എന്നോട് അഭിപ്രായമൊക്കെ പറയാൻ പറഞ്ഞു. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. നെല്ലിക്ക സംഭാരം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് ചേച്ചി തൃശ്ശൂർ എക്സിബിഷനിലാണ്. ഫസ്റ്റ് എൻട്രൻസിൽ കേട്ടോ ചേച്ചിയുടെ സ്റ്റാൾ. പിന്നെ അത് കൂടാതെ തന്നെ മണ്ണുത്തി സെൻറ്ററിലും ചേച്ചിക്ക് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ പേര് ശാന്തി ഹെർബൽ എന്നാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എക്സിബിഷന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേച്ചിയുടെ ആ സ്റ്റാളിലൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിട്ടാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അയ്യോട്ടാ, ഇനി നമ്മുടെ കറികളൊക്കെ ഒന്ന് വെക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ വെണ്ടക്കായൻ്റെ ഒരു മെഴുക്ക് പുരട്ടിയും അതേപോലെ തന്നെ നമ്മുടെ കുമ്പളയും കൊണ്ട് ഒരു കറി കൂടിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വെണ്ടക്കായൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. നുറുക്കണേക്കാളും മുന്നാണല്ലോ നമ്മൾ കഴുകുക. അപ്പോൾ ഈ കുമ്പളങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ കുമ്പളങ്ങ പൊട്ടിച്ചപ്പോൾ ഞാനാണെങ്കിൽ അത് കട്ട് ചെയ്ത് കാണിച്ചില്ലല്ലോ. അപ്പോൾ എന്നോട് എനിക്ക് വന്ന കമൻറ്റാണ് കുമ്പളങ്ങ ഒന്ന് മുറിക്കുമ്പോൾ കാട്ടി തന്നോളൂ എന്നുള്ളത്. ഈ വട്ടം ഞാനത് കാണിച്ചു തരാം കേട്ടോ. വെണ്ടക്കായൊക്കെ കഴുകി എടുത്തിട്ട് നമ്മളിതാ 4 പീസായിട്ട് ഞാൻ നുറുക്കൂട്ടെ വെണ്ടക്കായനെ. നമ്മുടെ നോക്കിയേ ഈ ഒരു വെണ്ടക്കായ പൊട്ടിക്കുമ്പോൾ കാട്ടില്ലേ ഇത്രയും നീളമായിട്ട് നല്ല ചള്ളാട്ടോ. അപ്പോൾ 4 പീസായിട്ട് നുറുക്കുമെന്ന് പറഞ്ഞത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സെൻറ്റർ മുറിക്കും. അതേപോലെ തന്നെ വീണ്ടും ഒരു സെൻറ്ററൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ചെറുതാക്കി നുറുക്കട്ട് ചെയ്യാം. നുറുക്കി കഴിഞ്ഞു. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. നല്ല മഴ എന്ന് വെച്ചില്ലേ നല്ല കനുള്ള തുള്ളികൾ, അതേപോലെ സൗണ്ട് ഉണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മുറിക്കാട്ടാ. കുമ്പളങ്ങ ചെറിയ കഷ്ണം വേണ്ടോ എനിക്ക് കറി വയ്ക്കാനായിട്ട്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കണമല്ലോ. ഇത് കണ്ടോ നല്ല എന്താ പറയാ, നോക്കിയേ നല്ല കഴമ്പുള്ള നല്ല കുമ്പളങ്ങയാണ് കേട്ടോ. കുറവുള്ളൂ, ബാക്കിയൊക്കെ നല്ല കണ്ടോ ഇത്രയും രീതിയിൽ നല്ല കട്ടിയിലായിട്ട കഴമ്പ്, കുരു കുറവുള്ളൂ കേട്ടാ. എത്രയും വേണ്ട കേട്ടോ എനിക്ക് കറി വയ്ക്കുന്നതിന് പകുതിയോ വേണ്ട. നമ്മളിപ്പോൾ നടുമുറിക്കുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. ഈ ഒരു കഷ്ണം മതി എനിക്ക് കറി വയ്ക്കാൻ. എന്ത് ശക്തിയില മഴ പെയ്യണേ. കണ്ടോ കുരു കളഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഇത്രയും ഭാഗം, അത് ഇത്തിരി ഭാഗമുള്ള ആ കുരുവിൻ്റെ ഒരു ഭാഗം ഇട്ടാ, ബാക്കിയെല്ലാം നമുക്ക് കറിയിലേക്ക് ഉപയോഗിക്കാം. നല്ല കഴമ്പുള്ള കുമ്പളങ്ങ കറി ഇതേപോലെ 2-3 പീസായിട്ടായിട്ട് നുറുക്കിയെടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങ കറി ഇതാ പകുതിയോളം വേവായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ വെണ്ടക്കായും ഇതാ ചീനിച്ചട്ടി, ഞാൻ വലിയ ചീനിച്ചട്ടി എടുത്തില്ല. വെണ്ടക്കായ എന്തായാലും വെന്ത് വരുമ്പോൾ കുറയുമല്ലോ. അപ്പോൾ പിന്നെ അത് വിചാരിച്ചിട്ട് കുഞ്ഞ് ചീനിച്ചട്ടി എടുത്തത്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇടേണ്ടി വരും. ഞാൻ പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0 പാചകം വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇടുന്നില്ല, എന്നാലും അത്യാവശ്യം പാചകങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരറിയില്ലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോളൂ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിലായാലും നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇടുന്നത് യൂണിക് ഫാമിലി 2.0. ചോറിലൊക്കെ നന്നായിട്ട് ഒഴിച്ച് കഴിക്കാവുന്ന രീതിയിലുള്ളൊരു കറിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൽ ഇനി നമ്മൾ ഉള്ളി കാച്ച മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. തിളയ്ക്കാനൊന്നും നിൽക്കില്ല. ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അങ്ങനെ എളുപ്പത്തിൽ വയ്ക്കുന്ന കുമ്പളങ്ങ കറിയാണ് ഞാൻ നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഈ കറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഇതാ റെഡി ആയിട്ടാ. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച്
പുറത്തേക്ക് കിടന്നപ്പോഴാണ് ഷായിട്ട് ഇതാ മീൻ മേടിച്ചോണ്ട് തോന്നുന്നു അയില. അപ്പം ഞാൻ അയില കുറച്ച് കൂടുതലുണ്ട്, നാളേക്ക് കറി വെച്ചേക്കണം. അതിപ്പോൾ വെക്കണില്ല, കുറച്ച് എണ്ണ വെക്കണുള്ളൂ. അപ്പോൾ ഒരു 3 എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല കേട്ടോ, സ്പെഷ്യലൊന്നുമില്ല. വെറുതെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്ത് വെറുതെ വറുത്തെടുക്കാമെന്ന് വെച്ചു. അപ്പം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടാ. എന്നത്തെ പോലെയും സൂപ്പർ തന്നെയാട്ടാ സാധനങ്ങൾ. കറികളെന്ന് പറഞ്ഞാൽ എണ്ണം കൂടുതൽ ഒക്കെ നമ്മുടെ ഇല്ലേ. കുമ്പളങ്ങ ചാറ് വെച്ചില്ല, ഒഴിക്കുമ്പോഴേക്കും ഞാൻ കഴിച്ചു തുടങ്ങി. നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ സിമ്പുട്ടൻ ഇരിക്കുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടിച്ച് വരാൻ ഇട്ട് വരുന്ന സമയത്താണ് ഇവന് ആകെ ഒന്ന് ഈരി കൊടുക്കും. ഇവനെന്നിട്ടാണെന്നറിയോ, ഇങ്ങനെ കിടന്ന് പരങ്ങി നിൽക്കുവൻ. അതാണ് ഇവൻ്റെ സ്വഭാവം. ഇവൻ നടക്കണോടത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണം ഇല്ലടാ. ശരി സിമ്പുട്ടി ഈരൊന്നും വേണ്ടേ? പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഇവിടെയാണ്. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ഇവിടെ ഇരുന്ന് താഴേക്ക് നോക്കുമ്പോഴേ നല്ല വ്യൂ അല്ലേ. ആൾക്ക് ഇവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും കാണാം. അംബ്രൂസിനെ കാണാം, ടൈസിനെ കാണാം, പേളീനെ കാണാം. അങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുക അവരിവിടെ. നമ്മുടെ സിമ്പൂട്ടൻ്റെ ഈ ഭാഗത്തേക്ക് വൃത്തിയാക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ, ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങണ പോലെ മുറ്റടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗം വൃത്തിയാക്കി വരുമ്പോൾ കഴിയില്ല. അതേപോലെയാണ് ഇവൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അധികം എരിയൊന്നുമില്ല, കുറച്ച് ഭാഗമുള്ളൂ. പക്ഷെ എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കമ്പിയും തെണ്ണയും ഒക്കെ ഉള്ള കാരണം ഇവൻ്റെ പാത്രത്തിൽ എപ്പോഴും ഭക്ഷണം വേണം. ഇവന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വരുന്ന കിളികൾക്കും കാക്കകൾക്കും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൻ്റെ പാത്രത്തിൽ എപ്പോഴും ഫുഡും ഉണ്ടാവും, അതേപോലെ തന്നെ വെള്ളം ഉണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിലും ഭയങ്കര കരച്ചിലായിരിക്കും. ശരിക്കും അമ്മാന്ന് വിളിച്ച് കറിയണ പോലെ കരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെങ്കിൽ അവർ വന്നിരുന്ന് തിന്ന് കഴിഞ്ഞിട്ട് പറന്ന് പോകല്ലേ, ഇവനെ ഓടിപ്പിക്കില്ലേ. കാരണം ഇവന് നേരം പോകാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാക്കി തന്നെ ഒരാളാണ് നമ്മുടെ സിമ്പൂട്ടൻ. ഞാനേ സ്മിതയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മണ്ണുത്തി വന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ വന്നല്ലേ. അവളൊരു ഞെട്ടല എങ്ങനെയുണ്ടെന്ന് അറിയാം. പണിയിലാൻ തോന്നുന്നുണ്ട് അവിടെ. അടുക്കളയിലത്തെ പരിപാടികളാവും. ആരാ നോക്കിയേ? അതല്ല, ഒന്ന് ഞെട്ടിക്കാൻ വെച്ചിട്ട് പോണതാ. എന്തായാലും സർപ്രൈസ് ആയിട്ട് ഷൈറ്റാ. ഞങ്ങളെ ചായ കുടിക്കായിരുന്നു കേട്ടാ. അപ്പോൾ അമ്മയ്ക്ക് വീട്ടിലെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ചക്ക ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചക്ക തന്നെ മതി എന്ന് വിചാരിച്ചു. ചക്ക നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ അമ്മേ. ഷായിട്ടൊന്നും ചക്ക എത്ര കൊടുത്താലും ഇന്നും നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പറിച്ച് നമ്മളവിടെ വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴായിട്ട് ഷായിട്ട് കഴിച്ചോളൂ. അത്ര ഇഷ്ടം. അതന്നെ, ചക്കയ്ക്ക് മടുപ്പ് വരില്ല. നല്ല മധുരമില്ലേ അമ്മയൊക്കെ? മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ള നല്ല കനം കുറഞ്ഞ നല്ല ചോള, നല്ല ടേസ്റ്റ്. ചെറിയ ചോള. അത് മാത്രല്ല അവിടെ തിയേറ്ററിലെ മക്കളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ട്.
ഞങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോഴേക്കും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഒരു 10:30 ഷോ എന്ന് വിചാരിച്ചു. നമ്മളാണെങ്കിൽ അത് പറയാനും മറന്നു. 10:45 ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഷോ എപ്പോഴാണോ അത് കാണാനാണ് ഇട്ടാ പോവാറ്. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ള തിയേറ്റർ എന്ന് പറയുന്നത് അഞ്ചേരിയിലെ ഗാനം തിയേറ്ററിലേക്കാണ്. അപ്പോൾ പ്രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കുറച്ച് നേരത്തെ വന്ന കാരണം ഉണ്ണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്നാക്സ് പോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടി തന്നേട്ടാ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനായിട്ട് ഇത്തിരി സൗകര്യമുള്ള കാരണം നമുക്ക് അവിടെ സീറ്റ് കിട്ടി. അപ്പോഴേക്കും പിന്നെ എന്താ ഉള്ളിലേക്കൊക്കെ ആളെ കടത്തി തുടങ്ങി കേട്ടോ. ഷായേട്ടനും മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫിലിം കാണുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.